പള്ളിക്കുന്ന് സ്കൂളിന് സമീപത്ത് കാടുപടലങ്ങളാൽ മൂടപ്പെട്ട ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് വൃത്തിയാക്കി. നാളുകളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കൊക്കയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ടാങ്കാണിത്. പള്ളിക്കുന്നിൽ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയ്ക്കരികിലാണ് ടാങ്ക് നിലകൊള്ളുന്നത്. ഈ ടാങ്കിന് ചുറ്റും വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നിരുന്നു. ഈ കാടുപടലങ്ങളാണ് വെട്ടിത്തെളിച്ച് ടാങ്കും പരിസരവും ശുചിയാക്കിയത്. പള്ളിക്കുന്ന് LP സ്കൂളിന് എതിർവശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിനകത്ത് ടാങ്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു, ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയ്ക്ക് ഒരു പരം ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് വന്ന് ആ ടാങ്കിന് സ്ലാബ് വിട്ട് അതിൻ്റെ ചുറ്റിനും പരിസരം മൊത്തം വൃത്തിയാക്കി കാട് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കാടുപടലങ്ങളാൽ ഈ ടാങ്ക് മൂടപ്പെട്ടതോടെ ഇതിന്റെ പരിസരം മലീമസമാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നാളുകളായുള്ള സ്കൂൾ അധികൃതരുടെയും പ്രദേശവാസികളുടെയും ആവശ്യത്തിനാണ് പരിഹാരമായത്. ഇടുക്കിയിലെ വിനൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന RMS സ്പൈസസിൽ ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവം. ഈ ഫുട്ബോൾ മാമാങ്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ RMS സ്പൈസസ് അവസരമൊരുക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഫാൻസും ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് വേൾഡ് കപ്പ് ആസ്വദിക്കാം. RMS സ്പൈസസിന്റെ AC ഹോളിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും, അല്ലെ? ഈ വേൾഡ് കപ്പ് സൗജന്യമായ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാം നമ്മുടെ RMS സ്പൈസസിനൊപ്പം.